ഹായ് ഇന്നൊരു വെറൈറ്റിയാ വാർപ്പിൻ്റെ മുകളിലാ. ഓ കണ്ണൊക്കെയായി. തുടക്കം തന്നെ ചീറ്റിയല്ലോ, പക്ഷേ ഒടുക്കം ചീറ്റൂല. ഇതിനെന്തൊക്കെയാ നിങ്ങളെ പാട്? സുഖല്ലേ ഫാത്തിയെ മോനെ? സുഖല്ലേ എനക്ക്? ഞാനൊരു കോമഡി പറയാൻ വന്നതാ. പക്ഷെ കേട്ടാ ആര് ചിരിച്ചില്ലെങ്കിലും ഫാത്തി ചിരിക്കണം, അതെനിക്ക് നിർബന്ധ. കോമഡി എന്താന്നല്ലേ ഫാത്തിയ? ബാമ്പം കോമഡിയാ. ഇന്നിപ്പോൾ എന്താഴ്ചേ? മൺഡേ അല്ലേ? എന്നാ കേട്ടോ, എൻ്റെ മണ്ടിയിലേക്ക് മാറാൻ പോവുക. എനിക്ക് തോന്നുന്നുണ്ടാവും ഞാൻ എന്തത്ര തമാശ പറയുന്നതെന്നല്ലേ. ഫാത്തിയെ, അന്നെ കണ്ടിട്ട് രംഗത്തിറങ്ങിയ ആളാണ് സാജിദ. വീണ്ടും ഒന്ന് നെകളിച്ചതാ. ആര്? നമ്മളെ തമ്പുരാട്ടി. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞ മാതിരി തന്നെ പറഞ്ഞു, വേണ്ട അത് നല്ലീനാവൂലെന്ന്. ഇജ്ജ് പിന്നെ ഗുണ്ടയാകും കൊണ്ട് അത് കേട്ടില്ല. പക്ഷെ എൻ്റെ കാര്യത്തിൽ വേറെ പ്രശ്നമുണ്ട്. എന്താ അറിയോ? ഇജിൻ്റെ കുടുംബത്തിൽ കയറി കളിച്ചു. എങ്ങനെ? മൊബൈൽ വഴി അല്ലേ? അതും കേട്ടിട്ട് ഇജിൻ്റെ പെങ്ങന്മാരി, ഉമ്മാനി, വാപ്പാനി, മക്കളി എല്ലാം നല്ല അടിപൊളിയായിട്ട് തെറി പറഞ്ഞിട്ട് ഇജിങ്ങനെ മാസമായി ഇങ്ങനെ നിൽക്കുക. എന്നാ കേട്ടോ, ഇത് എൻ്റെ ലാസ്റ്റ് ഡേ. വിശ്വസല്ല വിശ്വസിച്ചേ പറ്റൂ. അതാണ് അതിൻ്റെ കഥ. നാളത്തെ ഒരു സന്ധ്യ, അതിൻ്റെ ഉള്ളിൽ ഫാത്തിയുടെ കാര്യത്തിൽ ഷെരീഫ് തീരുമാനമാക്കും. ഇപ്പം തന്നെ എനിക്ക് ഏറെക്കുറെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് കിട്ടിയില്ലേ. ഇജിതെന്ത് ചെയ്യേണ്ടിയെന്ന് അറിയാം. ഈ സാജിദ ഇവിടുന്ന് എനിക്ക് തന്ന ന്യൂസില്ലേ, ആ ന്യൂസിൻ്റെ മുമ്പ് അത് കേട്ടിട്ട് അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് ഇജൊന്ന് അന്വേഷിക്കേണ്ടിയിരുന്നു. അത് ഇജ് ചെയ്തില്ല. അതാണ് ആകെ പറ്റിയ ഫാൾട്ട്. സാരല്ല, എന്താ ചെയ്യുക? ഇതിപ്പോൾ നമുക്ക് തീർക്കണ്ടേ? അതാണ് തീർക്കുക. എങ്ങനെ? ഇജ് പറ, എങ്ങനെ തീർക്കണ്ടു? ഇത് വാങ്ങണോ? എൻ്റെ ഫേവറേറ്റ് മാങ്ങ. ഇത് പുളി ഉണ്ടാവില്ല, ഭയങ്കര രസാ. ഫാത്തിയ, എൻ്റെ തമാശ കേട്ടിട്ട് എനിക്ക് ചെറിയൊന്നും വരുന്നില്ല. ഇതിനെക്കുറിച്ച് നല്ല അന്വേഷിച്ചിരിക്കണു അല്ലേ? എന്താ റിസൾട്ട് കിട്ടിയ? അതിജൊന്ന് പറയണം കേട്ടോ. ഇതിവിടെ പറയണത് ഷെരീഫ് ആരാണ്, ഷെരീഫ് എന്താണ്. മറ്റേ കൊച്ചി രാജാവിലെ ദിലീപ് പറയുന്ന ഡയലോഗുണ്ട്, നിങ്ങൾക്കൊന്നും അറിയാത്തൊരു സൂര്യ നാരായണനോ രാമൻകുട്ടിയോ അങ്ങനെ ഒരാളായിരുന്നു എന്ന് അല്ലേ? അങ്ങനത്തെ വല്ല റിസൾട്ടും കിട്ടിയോ നമുക്ക്? നമ്മൾ പാവട്ടോ, ഗുണ്ടൊന്നും അല്ല, അതിൻ്റെ അത്രയൊന്നും വളരൂല. ഇത് വലിയ ഗുണ്ടല്ലേ അല്ലേ? ഇതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ കിട്ടിയ റിസൾട്ട് വെച്ചിട്ട് ഇതിൻ്റെ മുന്നപ്പെട്ട എന്തായിരിക്കും എൻ്റെ വിധി? ഇതിനെ പറ. അനക്കിന്ന് എന്തും പറ, എന്തും പറ. കാരണം ഫാത്തി എന്നുള്ള കഥാപാത്രം നാളെ പൊളിഞ്ഞടുങ്ങ. ഞാൻ പിന്നെ എൻ്റെ മാതിരി കള്ളും കഞ്ചാവൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ബോധ്യത്തോടെ, സ്വയം ബോധ്യത്തോടെ ഞാൻ പറയണം. ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഞാൻ. കാരണം എന്താ വെച്ചിട്ടാ, ഇന്നലെ എനിക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നിട്ട് ഇപ്പം അതൊന്ന് കിടക്കാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഒരു മാങ്ങ തിന്നാൻ പൂതി. അപ്പം ഞാൻ എന്ത് ചെയ്തു? മാങ്ങ തിന്നും ചെയ്യാം, നിങ്ങളോടൊരു തമാശയും പറയാൻ വിചാരിച്ചു. അല്ല, ഇനിയിപ്പോൾ ഇജ്ജ് പോയ സാജിദാൻ്റെ കാര്യം എന്താ ചെയ്യുക? അതിലിച്ചൊരു തീരുമാനമാക്കണം കേട്ടോ. അനക്കുള്ളത് ഞാൻ നാളേക്ക് മസ്റ്റാ. ഷെരീഫ് വെറുതെ എന്തെങ്കിലും പറയില്ല എന്നുള്ളത് എൻ്റെ വീഡിയോ എടുത്ത് നോക്കി എനിക്കറിയാം. അതിൻ്റെ ഇടയിൽ ഞാൻ എനക്കെന്തെങ്കിലും പറ്റൂച്ചെങ്കിൽ ആക്കി ചെയ്തോ, അതിനൊന്നും ഞാൻ തടസ്സമല്ല. അതൊക്കെ എൻ്റെ മിടുക്കാണ്. പക്ഷേ
മറ്റന്നാക്കാകരുത്. കാരണം എന്താ അറിയോ, മറ്റന്നാൾ വരക്ക് എനിക്ക് താല്പര്യമില്ല ക്ഷമിക്കാം. അല്ലെങ്കിൽ ഇതൊരു കാര്യം ചെയ്താ, ഇജാണ്ട് ആത്മഹത്യ ചെയ്തതാ. പറ്റണക്ക ഇത്ര ആൾ കഴിച്ചിലാവും, ഇത്ര ആൾ കഴിച്ചിലാവും ഇവിടെ. കാരണം ആ 2 മക്കൾ കഴിച്ചിലാവും. എൻ്റെ ഈ പെണ്ണുങ്ങൾ ഈ ചൂരും പേരും കേട്ടിട്ടില്ല ഈ അപമാനം, പിന്നെ അപമാനത്തിന് കഴിച്ചിലാവും. അതുപോലെ തന്നെ എൻ്റെ ചിലവിൽ കഴിയുന്ന കുറേ വേശികൾ, കുറേ ആൾക്ക് ഉപകാരമാണ് ജില്ലാതായ അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ജന്നെ സ്വയം എന്തെങ്കിലുമൊക്കെ ചെയ്യല്ലേ നല്ലത്. എനിക്കാണെങ്കിൽ എന്താ അറിയോ, ആണുങ്ങളെ ഡീൽ ചെയ്യണതും പെണ്ണുങ്ങളെ ഡീൽ ചെയ്യണതും രണ്ടാണ്. പെണ്ണുങ്ങളെ ശരിയിപ്പോൾ കൈ വെക്കൂല. കാരണം എൻ്റെ പേരുടെ മരത്ത് വന്നിട്ട് സാജിത അത്രയും പട്ടിഷോ കാണിച്ചിട്ടും എന്നോട് പലരും കമൻറ്റ് വഴി പറഞ്ഞില്ലേ, എന്ത് ഇജ്ജന്നെ പറഞ്ഞില്ലേ കള്ളപ്പന്നി, ഇജ്ജന്നെ എന്നോട് പറഞ്ഞില്ലേ, എന്ത് ഒരു പെണ്ണ് വന്നിട്ട് ഒന്നും ചെയ്യാതെ അങ്ങോട്ട് വിട്ടില്ലേ, ഇജ്ജ് എൻ്റെ പെരക്കാരൊക്കെ നാണം കെട്ടില്ലേ എന്നൊക്കെ ഇജ്ജ് പറഞ്ഞില്ലേ. എന്നാ കേട്ടോ, ഒരു നാണക്കേടും സാജിദാൻ്റെ കാര്യത്തിൽ ഷെരീഫ് ഇതുവരെ അനുഭവിച്ചിട്ടില്ല. പക്ഷേ അനുഭവിച്ചു. ഏതിലറിയോ, ഇതിൻ്റെ പെങ്ങന്മാരും ഇമ്മാനെയും കുടുംബത്തിൽ കയറി തൊട്ടില്ലേ, അതും കേട്ടിട്ട് അതും ഒരു സോഷ്യൽ മീഡിയയുടെ വീഡിയോ അല്ലേ എന്ന് പറഞ്ഞിരിക്കാൻ ഞാൻ ഫാത്തിയല്ല. എങ്ങനെ ഫാത്തിയല്ല ഇതെന്തൊക്കെയാണ് വർത്താനം? എനിക്കിങ്ങനെ തോന്നുന്നുണ്ട് ഡബിനും സാധ്യതയുടെ കുളിക കൊടുത്തിട്ടുണ്ടോ അല്ലേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. ഞാൻ പറഞ്ഞേ, ഇന്ന് എനിക്ക് എന്തും പറ, ഇന്ന് എനിക്ക് എന്തും പറ. പക്ഷെ നാളത്തെ ഫാത്തി ഉണ്ടല്ലോ, നാളത്തെ ഫാത്തി വേറെ ഫാത്തിയാണ്. കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ? ഈ ഗുണ്ടല്ലടാ, ഗുണ്ട അല്ലേ. എന്തായാലും ഒരു മനുഷ്യനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ A to Z അന്വേഷിക്കണം. അതല്ല, ഒരു മനുഷ്യനോട് മത്സരത്തിന് ഇറങ്ങുമ്പോൾ അതിലെന്തെങ്കിലും നേരുന്നറിയും വേണം. അതല്ലെങ്കിൽ അതിനുള്ള ധൈര്യം വേണം. പ്രത്യേകിച്ച് ഒരുത്തൻ്റെ കുടുംബത്തിൽ കയറി കളിക്കുമ്പോൾ. ഈ ദുനിയാവ് മുഴുവൻ മാപ്പ് തന്നാലും, എങ്ങനെ ഈ ദുനിയാവ് മുഴുവൻ മാപ്പ് തന്നാലും ഷെരീഫിൻ്റെ കയ്യിൽ നിനക്ക് മാപ്പില്ല. അതെനിക്ക് നാളെ അറിയും. ഇത് പിന്നെയും ഞാൻ തമാശ പറയിച്ചിട്ടാണ് നോക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ തമാശ പറയിച്ചില്ല. അതൊക്കെ ഉണ്ട് കേട്ടോ. ചോറ് കഴിച്ചോ? പറയുമ്പോൾ ഇജ്ജ് UAE അല്ലേ? അപ്പം എന്ത് ചെയ്യാ? ഇജ്ജ് പറ, പാത്തി പറ, എന്ത് ചെയ്യാ? എന്തായിരിക്കും? കുടുംബത്തിൽ കയറി കളിച്ചോനെ ഇജ്ജ് എന്ത് ചെയ്യും? ഒന്ന് പറ. ആണാണെങ്കിൽ എന്ത് ചെയ്യും? അതേ ഞാനും ചെയ്യുള്ളൂ. പക്ഷെ ഇജ്ജ് ചെയ്യൂല. അതിനൊന്നും ഇജ്ജ് ജനിച്ചിട്ടില്ല. അതും അനക്ക് തിരിയും. അനക്കെന്നെ അറിയാം വേണ്ടാത്തൊരു തലവേദനയാണ് ഇജ്ജ് എടുത്ത് തലയിക്ക് വെച്ചിട്ടുള്ളത്. എന്നിട്ടും ഞാൻ സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ എൻജോയ് ചെയ്യുന്നു. എന്താ അറിയോ, എൻ്റെ ഓരോ കള്ളത്തരങ്ങൾ ഇങ്ങനെ പൊളിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു സ്പിരിറ്റായിരുന്നു. കാരണം എല്ലാവരും പറഞ്ഞിരുന്നു, എന്ത് ഓൻ ആ കുട്ടികളെ പൊന്നു പോലെ നോക്കുന്നില്ലേ, പിന്നെ അതുപോലെ തന്നെ ആ കുട്ടികൾക്ക് ഓൻ്റെ അടുത്ത് നിൽക്കാനാണ് ഇഷ്ടം, പിന്നെ ഇജ്ജെന്തിനാ പോലെ കുടുംബകാര്യത്തിൽ ഇടപെടുന്നു എന്നുള്ളതൊക്കെ. ഇന്നെത്ര ഭയപ്പെടുന്ന എന്താ അറിയോ, അനക്കറിയാം ഇതിൻ്റെ A to Z എനിക്കറിയുന്നുള്ളത്. ആ ഒരു പേടിയാണ് എന്നെക്കൊണ്ട് ഇക്കണ്ട കോലാഹലം മുഴുവൻ കിട്ടിച്ചത് അല്ലേ. പക്ഷെ ഇതിൽ പെട്ടത് ആരാധിയോ? ശരിക്കും പറഞ്ഞാൽ ഇജ്ജല്ല. ഞാൻ അനക്കുള്ള വിധിപ്പോൾ ഇത്ര നേരത്തെ ആക്കിയത് എന്താ അറിയോ, സാജിത വിചാരിക്കൂലേ എന്ത്
ഓളോട് ഡീൽ ചെയ്ത മാതിരി തന്നെ ഞാനും എന്നോട് ഡീൽ ചെയ്യും. എന്ത് വെറുതെ ഒരു കാറിലിരുന്ന് ഇങ്ങനെ കൊണായെന്നില്ല കൊണക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ വിചാരിക്കണ്ടല്ലോ, അതങ്ങനെയല്ല എന്നുള്ളത് നമുക്കൊന്ന് കാണിക്കണ്ടേ. വേണ്ടേ പത്തിയ ഇതെന്തെങ്ങനെ ലേറ്റ് കിടണു. ഞങ്ങളുണ്ടല്ലോ ഇഷ്ടം പോയാ. സാധാരണ പ്രവാസ ജീവിതത്തിൽ എനിക്ക് സാധനം ഭയങ്കര മിസ്സിങ്ങാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പുളിപ്പില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം നമ്മളെവിടെ നിർത്തിയ ഫാത്തിയ അല്ല ഫാത്തിയ, എനക്ക് തെറി പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞു. അതല്ല എനിക്കിപ്പോൾ ഇനി ഒരു മാപ്പ് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ അതും ഇന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ രണ്ടായാലും വിടൂല. അതെന്താ അറിയോ, ഇജി എന്നോട് കളിച്ചതാണെങ്കിൽ ഞാൻ ചിലപ്പോൾ കണ്ണടച്ചിരിക്കും. എൻ്റെ അളിയൻ വിളിച്ചു ഇന്നലെ രാത്രി എൻ്റെ വീഡിയോ കണ്ടിട്ട് ആടെ വിട്ടുകൊടുത്തിട്ട്. അപ്പം എന്നോട് ചോദിച്ചു ഇവനെപ്പോൾ എവിടെ പോയാലും കിട്ടുകയാണ്. അപ്പം ഞാൻ അളിയനോട് പറഞ്ഞു, ഇത് ഞാൻ തുടങ്ങി വെച്ച കളിയല്ലേ, ഇതെങ്ങനെ തീർക്കണമെന്ന് എനിക്കറിയാം. ഒരു ദിവസത്തെ സമയത്ത് തരുന്നു. എന്നെക്കുറിച്ച് ആരെങ്കിലും എന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇത് തറുതിയായിട്ട് അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ അറിയാം. അതെന്താ എനിക്ക് റിസൾട്ട് കിട്ടിയ അത് പറഞ്ഞിട്ട് ഇതൊരു വീഡിയോ ഇടണട്ടോ. ജാൻകുട്ടിയല്ലേ അതാ എന്താ പറഞ്ഞോ? ജീവിക്കാൻ വേണ്ടി കല്ലും കുപ്പിച്ചുല്ലും എവിടെയൊക്കെ ചവിട്ടുന്ന പറഞ്ഞേ? എവിടെ വേണമെങ്കിലും ചവിട്ടിക്കോ. ഇന്ന് നാളെ ഫാത്തിയ എന്നുള്ള കഥാപാത്രം തന്നെ മാറുക. മനസ്സിലായോ? അങ്ങനെ ഞാൻ കൊല്ലൊന്നുമില്ല, അതിന് പേടിച്ചല്ല. പക്ഷേ കൊല്ലിനേക്കാളും അപ്പുറത്തേക്കൊരു സംഭവമുണ്ട്. എന്താ അറിയോ? കൊല്ലാക്കൊല. അത് ഞാൻ ചെയ്യും. എങ്ങനെ? അത് ഞാൻ ചെയ്യും. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് എന്തിനാറിയോ? അതിൻ്റെ ഇടയിൽ എനിക്ക് എന്തൊക്കെ പ്ലാനാണ് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്തോട്ടേന്ന്. അല്ലെങ്കിൽ പറയും മോനെ ഒറ്റ ദിവസം കൊണ്ട് ഒരു മുൻകൂറും കൂടിയും തരാതെ എങ്ങനെ ചെയ്തില്ലേന്ന്. അതെനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നത് പറയുന്നത്. ഏട്ടായി പോയാൽ പിന്നെ ആരാണ് നമ്മളെ മറ്റേ വെടി സാധ്യതക്ക് ഉണ്ടാവുക? ആകെ എന്നെ കണ്ടിട്ടാ. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ കൂടി കണ്ടാൽ ചിലപ്പോൾ ഓള് പമ്പൈസ കൂടെ കൂടും അല്ലേ പാത്തിയ? 6 മണിക്കിടാറുന്ന ഷോ ഭയങ്കര വൈകില്ലേ? അതെന്ത് സംഭവം? ഫിലിം എത്താൻ വൈകിയതാ? അതൊന്നും കുഴപ്പമില്ല. അതിനെക്കുറിച്ചിട്ടൊന്നും എനിക്ക് പറയാനും താല്പര്യമില്ല. നമ്മൾ പറച്ചിലൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയോ? പറച്ചിലെന്ന് പറഞ്ഞാൽ അതിന് ഒരു ലിമിറ്റുണ്ട്. ഫോണിൽ കൂടെ എന്തും പറയാം, അനക്ക് ഇന്നെന്തും പറയാം, എനിക്ക് അന്നൊന്നും പറയാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോട്ടോ, ഒരു കാര്യം ശ്രദ്ധിച്ചോ. ഞാൻ എൻ്റെ ഉമ്മാനെ, വാപ്പാനെ, എൻ്റെ മക്കളെ ആരും ഞാൻ തെറി വിളിച്ചിട്ടില്ല. പോട്ടെ എന്നെ വിളിച്ചിരിക്കണം ഇല്ല. അതൊക്കെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിപ്പോൾ സംസാരിക്കണില്ല. കാരണം നമ്മൾ എന്താ പറയുക, ആ പാടൊക്കെ എടുത്ത് കഴിഞ്ഞില്ലേ. ഇപ്പോൾ കഥപ്പട അവസാനിച്ചു. ഇനി എന്താണ്? ആക്ഷൻ ഹീറോ ബിജു അല്ലേ? നോക്കാം ഇൻഷാ അല്ലാ. പക്ഷെ നാളത്തിൽ ഇന്നത്തെ ഫാത്തി ആവില്ല. മനസ്സിലായോ? ആ വാക്ക് ഞാൻ തരാം. എൻ്റെ പാപ്പാടെ പേരെന്താ അറിയോ? എന്താണ്? ബഷീർ. എൻ്റെ ഉൽപ്പം എന്താ അറിയോ? ഇനീഷ്യല് കൊടുവാളി. മനസ്സിലായോ? അപ്പം ഇത് രണ്ടും നാളെ ഉണ്ടെങ്കിൽ
ഫാത്തിയ ഇത് രണ്ടും നാളെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞത് ഞാൻ നടത്തും, ഈ പറഞ്ഞത് ഞാൻ ചെയ്യും. എങ്ങനെ? എൻ്റെ വാപ്പ ബഷീറാണെങ്കിൽ, ഇത് പറഞ്ഞ ബഷീറാണെങ്കിൽ എങ്ങനെ? എൻ്റെ വാപ്പ ഇന്നലെ അങ്ങനെ പുച്ഛിച്ച് കളിയാക്കിന്നില്ലേ ബഷീറാണെന്ന് വെച്ചിട്ട്, ആ ബഷീറാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ കാര്യമില്ലേ, അതാണ് എൻ്റെ വിധി. വേറെന്താ സുഖല്ലേ? നമുക്കിപ്പോഴും സംശയം ഉണ്ടല്ലേ? അതാണെങ്കിൽ 2 തെറിയും കൂടിയും വിളിച്ചോ. നാളെ പിന്നെ ഇതിനൊന്നും ഒരു സ്കോപ്പ് ഉണ്ടാവില്ല. ഇത് ഫാത്തിലെ വീഡിയോ അല്ല, ഇത് ഷെരീഫിൻ്റെ വീഡിയോ. പറ്റുന്നത് പറയൂ, പറയുന്നത് ചെയ്യൂ. എൻ്റെ വിശ്വാസം എന്താ എപ്പോഴും, എനിക്ക് ഒറ്റ കണ്ടീഷനേ വേണ്ടുള്ളൂ. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു സത്യസന്ധത വേണം. അതുണ്ടെങ്കിൽ എന്തിനൊരു ധൈര്യം. അതില്ലേ നമ്മളെ മനസ്സിൽ കുളത്താക്കാറ്. ഞാൻ എൻ്റെ വീഡിയോയിൽ മാക്സിമം ഞാനത് കീപ്പ് ചെയ്യുന്ന ആളാണ്. പിന്നെ തമാശകൾ ഇങ്ങനെ പറയുന്നല്ലാണ്ട് ഒരാളെ ദ്രോഹിക്കാനായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടൊന്നും ഞാനതില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ഈ വെടിയുടെ കാര്യത്തിലും മറ്റേ സാധ്യതയുടെ കാര്യത്തിലും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമെന്ന് എനിക്കറിയാം അല്ലേ? ഇജിപ്പോൾ ഓളെടുത്തുനിന്ന് ഒരു നക്കാപ്പിച്ച് എന്തെങ്കിലും കായ് കിട്ടിയിട്ടുണ്ടാവും. ആ ധൈര്യത്തിൽ ഒന്ന് കളിച്ചാറിങ്ങിയതാണ്. എന്നിട്ടിപ്പോൾ എന്തായി? ഇത് സാധ്യത ആയില്ലേ? ഇക്കായും ഇത്തായും ആയില്ലേ? ഒറ്റക്ക് സാരല്ല, എന്താ ചെയ്യുക? അവനാൻ വരുത്തി വെക്കണല്ലോ, ഇങ്ങനെ അനുഭവിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ 5 മക്കളാ? എൻ്റെ അനിയനെ മറ്റേ എന്താ പറയുക ഇടിച്ചും മൂക്കും ചുണ്ടൊക്കെ ഇതാക്കി എന്നുള്ളൊരു ന്യൂസൊക്കെ കേട്ടു. സത്യ? എന്തേലും ആയിക്കോട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, അല്ല എൻ്റെ വീഡിയോ കണ്ട ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർ വിചാരിച്ചു ഇന്നെന്തോ ഷെരീഫിനെ പറ്റിയിരിക്കുന്നു, പാത്രത്തിൽ വല്ലതും വാങ്ങി കുടിച്ചോ. പക്ഷെ സത്യത്തിൽ അതല്ല. ഞാൻ മിഞ്ഞാന്ന് പുലർച്ചെ 4 മണിക്ക് നീച്ചിട്ട് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടല്ല. ഞാൻ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ 1:18 ഞാൻ വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് പിന്നെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ 2:30 കഴിക്കണം, 2:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ആ 2:30 മണി കഴിഞ്ഞിട്ട് എഡിറ്റ് കഴിഞ്ഞപ്പോൾ ഉറങ്ങാനും പറ്റിയില്ല. അതാണ് സംഭവം. നമ്മൾ മാങ്ങ നിന്നാ ഒരു എനർജിക്ക്. വേറെന്താ? എന്നാൽ ഓക്കെ, ഞാനതൊന്ന് തിന്ന് തീർക്കട്ടെ, കാണാട്ടോ. അപ്പോൾ അങ്ങനെ ഇൻഷാ അല്ലാ നാളെ പത്തിയേ നാളെ സാധ്യതാനൊന്ന് വിളിക്കും ചെയ്യും, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. പാവാണ് അന്യം നമ്പിയിട്ടായിരിക്കണേ. എന്നാൽ ഓക്കെ.